നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ മാർച്ചിനിടെ സംഘർഷം. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ടോൾ ബൂത്തിലെത്തി. തൃശൂരിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഒരു ലിറ്ററിന് 1000 രൂപ വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. വരന്തരപ്പള്ളി സ്വദേശി ഞാമൽപ്പഴമിട്ട് വാറ്റിയ മദ്യവുമായി പിടിയിൽ. മുരിയാട് സ്വദേശിയായ വയോധികയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മാല കവർന്ന 26-കാരി യുവതി അറസ്റ്റിൽ. തൃശൂർ നഗരത്തിൽ വീണ്ടും ATM മോഷണ ശ്രമം. മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് 2025 ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. KK നാരായണന്റെ 14ാമത് ചരമവാർഷികം തെക്കേത്തുറവ് യൂത്ത് സെന്ററിൽ പുഷ്പാർച്ചനയോടെ ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ മാർച്ചിനിടെ സംഘർഷം. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ടോൾ ബൂത്തിലെത്തി. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലിപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. തലോരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി മുദ്രാവാക്യം വിളികളുമായി ടോൾ പ്ലാസയിൽ സംഘടിച്ചു നിന്നു. തുടർന്ന് നടന്ന യോഗം ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, KK വത്സരാജ്, ഉണ്ണികൃഷ്ണൻ, CL ജോയ്, CT ജോഫി, CR വത്സ, ജെയ്സൺ മാണി, ഷൈജു, ബഷീർ, പോളം ചാക്കോ, ഗോപിനാഥൻ താറ്റാട്ട്, യൂജിൻ മോറേലി, VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ തെറ്റിദ്ധരിക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇത് ശ്രമിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ വളരെ വർഷങ്ങളായി ഈ പ്രിയപ്പെട്ട സമര വോളണ്ടിയർമാർ വളരെ പ്രധാന, എന്നാൽ മുൻകരുതലുകളില്ലാതെ യാതൊരു കുലുക്കവുമില്ല. അവർ നിർബാധം തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF ദേശീയപാതയുടെ ഈ തോന്നിവാസം. തൃശൂരിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 പ്രസ് ക്ലബിന് സമീപത്തെ ചാവക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഡെൽമ കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത്. പുകയും കെട്ടിടത്തിലെ നിർത്താതെയുള്ള സൈറനും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് എത്തിയാണ് തീയും പുകയും നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ രീതിയിൽ പുക ഉയർന്നത് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിനെ പ്രതികൂലമായി ബാധിച്ചു. ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് നീക്കിയ ശേഷം ഓക്സിജൻ മാസ്ക് അടക്കമുള്ളവ ഉപയോഗിച്ചാണ് അഗ്നിരക്ഷാംഗങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കടന്ന് തീയണച്ചത്. ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ള ഇവിടെ ഈ സമയം നിരവധി ഇരുചക്ര വാഹനങ്ങളും 2 ഗ്യാസ് സിലിണ്ടറുകളും ഉണ്ടായിരുന്നു. സിലിണ്ടറുകൾ നീക്കിയ ശേഷമാണ് തീയണയ്ക്കൽ ആരംഭിച്ചത്. മുകളിലത്തെ നിലയിലേക്ക് തീ പടർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫയർഫോഴ്സ് മടങ്ങിയത്. അവധി ദിവസമായതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവായി. 1 ലിറ്ററിന് 1000 രൂപ വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. വരന്തരപ്പള്ളി സ്വദേശി ഞാമൽപ്പഴമിട്ട് വാറ്റിയ മദ്യവുമായി പിടിയിൽ. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി വിരുത്തി വീട്ടിൽ 53 വയസ്സുള്ള രമേശിനെയാണ് തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് പിടികൂടിയത്. തൃശൂർ കണ്ണംകുളങ്ങരയിൽ വെച്ച് 5 ലിറ്റർ ചാരായവുമായി ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്.
തൃശൂർ മാർക്കറ്റിൽ നിന്നും പഴുപ്പ് കൂടി ഉപയോഗ്യമല്ലാത്ത ഞാവൽപ്പഴം കൂടുതലായി വാങ്ങിക്കൊണ്ടു പോകുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഞാവലിട്ട് വാറ്റിയ പ്രീമിയം ചാരായത്തിന് ഒരു കുപ്പിക്ക് 1000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. കൊഴുക്കുള്ളിയിൽ വാടകയ്ക്ക് വീടെടുത്താണ് ചാരായം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ KK സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺകുമാർ, NR രാജു, TK രഞ്ജിത്ത്, സിഇഒമാരായ അരുൺകുമാർ, അനൂപ് ദാസ്, ഷൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുരിയാട് സ്വദേശിയായ വയോധികയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മാല കവർന്ന 26-കാരി യുവതി അറസ്റ്റിൽ. വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി സ്വർണമാല കവർന്ന കേസിലെ പ്രതികളായ യുവതികളിൽ ഒരാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് പൊള്ളാച്ചി വാടിപ്പെട്ടി സ്വദേശി 26 വയസ്സുള്ള അമ്മുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മുരിയാട് പാറേക്കാട്ടുകര സ്വദേശി വിയ്യത്ത് വീട്ടിൽ തങ്കമണിയുടെ 2.5 പവന്റെ മാലയാണ് കവർന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് മറ്റൊരു കേസിൽ പിടികൂടിയ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിലെത്തിയ തങ്കമണിയെ അമ്മുവും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും പരിചയപ്പെട്ടു. പിന്നീട് വീട്ടിൽ പോകാൻ ആശുപത്രിയുടെ മുൻവശത്തെ സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന സമയത്ത് തങ്കമണിയുടെ അരികിലെത്തി ഓട്ടോറിക്ഷയിൽ പോകാമെന്നും ഞങ്ങളും ഇതേ ഭാഗത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മോഷണം നടത്തിയത്. തുടർന്ന് പാറേക്കാട്ടുകരയിലെ റേഷൻ കടയുടെ മുൻവശം തങ്കമണിയെ ഇറക്കിവിട്ട് പ്രതികൾ രക്ഷപ്പെട്ടു. SHO MS ഷാജൻ, SI സഹദ്, ASI നെഹ്റുന്നീസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ നഗരത്തിൽ വീണ്ടും ATM മോഷണ ശ്രമം. മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ. തൃശൂരിൽ ATM മോഷണ ശ്രമം. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMിലാണ് മോഷണ ശ്രമം നടന്നത്. സമീപത്തെ ഒരു കടയും കുത്തി തുറന്നു. സംഭവത്തിൽ ഒറീസ സ്വദേശി സുനിൽ നായിക് പോലീസിന്റെ കസ്റ്റഡിയിൽ. ATMിൽ മോഷണത്തിന് ശ്രമിച്ചതോടെ അലാം അടിക്കുകയായിരുന്നു. മുംബൈയിലെ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ നിന്ന് പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് CI ജിജോയാണ് പ്രതിയെ പിടികൂടിയത്. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊടുങ്ങല്ലൂർ മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് 2025 ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ പദ്ധതി വിശദീകരണം നടത്തി. മത്സ്യഫെഡ് കേന്ദ്ര ഓഫീസ് മാനേജർ സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. വാർഡ് കൌൺസിലർ ഗീതാ റാണി, വിദ്യാസാഗർ, KC സതീശൻ എന്നിവർ പ്രസംഗിച്ചു. മത്സ്യഫെഡ് ഭരണസമിതി അംഗം ഷീല രാജ് കമൽ സ്വാഗതവും K സുജ നന്ദിയും പറഞ്ഞു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന KK നാരായണന്റെ 14ാമത് ചരമവാർഷികം തെക്കേത്തുറവ് യൂത്ത് സെന്ററിൽ പുഷ്പാർച്ചനയോടെ ആചരിച്ചു. മുൻ ഡയറക്ടർ ബോർഡ് മെമ്പർ CK ദില്ലിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് തെക്കേതല അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് ഭാരവാഹികളായ ഹരി പേടേരി, ഷാജു ചക്കുംപീടിക, ഡേവിസ് ഐനിക്കൽ, രവി കിളിയാറ, പോളി കുറ്റിക്കാടൻ, രജിത് കിളിയാറ, മോഹനൻ പാറേമേക്കാടൻ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9010 രൂപ, പവന് 72,080 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടോൾ പ്ലാസയിലേക്ക് LDF നടത്തിയ മാർച്ചിനിടെ സംഘർഷം. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ടോൾ ബൂത്തിലെത്തി. തൃശൂരിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഒരു ലിറ്ററിന് 1000 രൂപ വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. വരന്തരപ്പള്ളി സ്വദേശി ഞാവൽപ്പഴമിട്ട് വാറ്റിയ മദ്യവുമായി പിടിയിൽ. മുരിയാട് സ്വദേശിയായ വയോധികയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മാല കവർന്ന 26-കാരി യുവതി അറസ്റ്റിൽ. തൃശൂർ നഗരത്തിൽ വീണ്ടും ATM മോഷണ ശ്രമം. മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് 2025 ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. KK നാരായണന്റെ 14ാമത് ചരമവാർഷികം തെക്കേത്തുറവ് യൂത്ത് സെന്ററിൽ പുഷ്പാർച്ചനയോടെ ആചരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.